അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റ മോളാണ്. അപ്പൊ നമുക്ക് വേറെ ടൈം പാസ് ഒന്നുമില്ല. അപ്പൊ വീട്ടിൽ ആ സമയത്ത് അപ്പച്ചന്റെ ചേട്ടൻ വായിച്ചിരുന്ന അമ്മാമ്മ ടീച്ചറായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒത്തിരി ബുക്സ് വീട്ടിലുണ്ട് ലൈബ്രറിയിൽ. അപ്പൊ നമ്മള് വേറെ കളിക്കാൻ പോകാനൊന്നും പറ്റൂലല്ലോ. ടി വി ഒരുപാട് കാണാൻ വീട്ടിൽ സമ്മതിക്കില്ല, പഠിക്കേണ്ട കാരണം. അപ്പൊ പിന്നെ ഉള്ള സമയം പിന്നെ ഈ ബുക്കൊക്കെ മറച്ചു നോക്കി ഇതൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ചൊക്കെ കഥകളൊക്കെ വായിച്ചിട്ടുള്ളൊരു ചെറുപ്പത്തിൽ അതിനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിന് ഞാൻ പറഞ്ഞ പോലെ വെയിലുകൊണ്ട് ഓടുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല, ഡാൻസ് കളിക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് ആകെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുപോലെ എന്തെങ്കിലും വരയ്ക്കുന്നതോ എഴുതുന്നതോ ഒക്കെയാണ്, നമുക്കതേ അറിയുള്ളൂ. അപ്പൊ അവിടെ ചെന്നിരിക്കാൻ അവരെന്തെങ്കിലും ഒരു ടോപ്പിക്ക് തരും, കുറച്ചു നേരമൊക്കെ ആലോചിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതും, എന്തെങ്കിലും സമ്മാനമൊക്കെ കിട്ടും, അത് വീട്ടിൽ കൊണ്ടുവരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കാട്ടിലും മേലെ നമ്മളൊരു സ്ഥിരം കഥ എഴുതലോ അങ്ങനെയൊന്നും ഇല്ല. കാരണം എൻ്റെ വീട്ടിലുള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ പഠിക്കുക പഠിക്കുക പഠിക്കുക. അങ്ങനെ ഒരു ഫാമിലി ആയിരിക്കും അല്ലെ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അമ്മൂമ്മ ടീച്ചറാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും കാലത്ത് എണീക്കാം, മറ്റേ നമ്മളുടെ മാത്തമാറ്റിക് ടേബിൾ പഠിക്കുക, മറ്റേ സ്പെല്ലിംഗ് പഠിക്കുക, ഡിക്ഷണറി 5 വാചകം, ഇങ്ങനെ എല്ലാ ദിവസവും പഠിക്കുക പഠിക്കുക പഠിക്കുക. അങ്ങനെ ഒരു ലൈഫായിരുന്നു. അപ്പൊ പിന്നെ ആകെ ഒരു എന്റർടൈൻമെന്റ് ഇങ്ങനെ കുറച്ച് ബുക്സ് വായിക്കുക, കുറച്ച് പെയിന്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു സിംഗിൾ കുട്ടികളായിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഒറ്റക്കുട്ടിയാണ്. അപ്പൊ നമുക്കറിയാം ഒരു പരിധിക്ക് മേലെ നമ്മളെ പെൺകുട്ടികളൊന്നും അപ്പുറത്തെ വീട്ടിലൊന്നും കളിക്കാനൊന്നും വിടൂല. തൃശ്ശൂരൊക്കെ അല്ലേ വീട്, അറിയാലോ. നമ്മളൊരു പരിധിക്ക് മേലെ കളിക്കാനൊന്നും കുറച്ചൊരു ഏജ് ആയി കഴിഞ്ഞാൽ അല്ല, കുറച്ചല്ല, നമുക്കൊന്നും. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ആണല്ലേ.